1982 കോടി രൂപ നിങ്ങൾ എന്തുകൊണ്ട് കൊടുത്തില്ല? കയ്യിൽ പണം ഉണ്ടായിട്ട്. നിങ്ങളുടെ ഇമ്മീഡിയറ്റ് ലയബിലിറ്റി എന്തൊക്കെയാണ്? നിങ്ങൾ എവിടെയെല്ലാമാണ് നിങ്ങൾ പണം കൊടുക്കാനുള്ളത്? നിങ്ങൾ ആ പണം കൊടുക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിങ്ങൾ പണം കൊടുത്തിട്ടില്ല. പട്ടിക വിദ്യാർത്ഥികൾക്ക്, പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ കൊടുക്കാനുള്ള പണം എത്രയാണെന്നറിയാമോ? 377 കോടി രൂപ. 6000 കോടി രൂപ ബാക്കി ട്രഷറിയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പാവങ്ങൾ കുട്ടികൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് കൊടുക്കണ്ടേ? ആ 377 കോടി രൂപ കൊടുത്തോ? നിങ്ങൾ കൊടുത്തോ? 21,000 കോടി രൂപ ജീവനക്കാർക്ക് DA അരിയസ് വെച്ചിട്ടാണ് സർക്കാർ ഇറങ്ങുന്നത്. അത് കൊടുത്തില്ലല്ലോ. എന്നാ 6000 കോടി ബാക്കിയുണ്ട്. ഒരു അരിയസ് കൊടുത്തേക്കാം. തീരുമാനിച്ചില്ലല്ലോ. പെൻഷനർമാർക്ക് 14,387 കോടി രൂപയുടെ അരിയസ് ഉണ്ട്. കൊടുത്തോ? കൊടുത്തിട്ടില്ലല്ലോ. ഞാനിനി അതും പോട്ടെ, അതെല്ലാം പോട്ടെ. ആ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ടല്ലോ ഒരു 2,893 കോടി രൂപ. ഏറ്റവും രൂക്ഷമായ വിലക്കയറ്റം നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് 6,000 കോടി രൂപ ട്രഷറിയിലുണ്ട്. ഇനി നിങ്ങളെടുത്ത് ചെലവാക്കിക്കോ എന്ന് പറയുന്ന നിങ്ങൾ എന്തേ അത് കൊടുക്കാതെ പോയത്? 2,893 കോടി രൂപ ഇവിടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന്റെ സർക്കാരിന്റെ ഏജൻസിയാണ്, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തേണ്ട ഏജൻസിയാണ്. നിങ്ങൾ അവർക്ക് കൊടുത്തോ? എന്തിനാണ് ആ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൊടുക്കാനുണ്ട് 476 കോടി ഇല്ലേ? ഇവിടെ ടൈപ്പ് 1 ഡയബറ്റീസ് ഉള്ള പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്ത മരുന്ന് വിതരണം നടത്തി നല്ല മരുന്ന് കിട്ടാൻ വേണ്ടി ആ കുഞ്ഞുങ്ങളെ കാത്തിരിക്കുക. അവർക്ക് നല്ല മരുന്ന് വിതരണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലേ ഈ പൈസ? കൊടുത്തില്ലല്ലോ. കൊടുത്തില്ല. 476 കോടി രൂപയാണ് അവർക്ക് കൊടുക്കാനുള്ളത്. ഞാനിപ്പോ കുറച്ച് സ്കീംസ് മാത്രമാണ് പറഞ്ഞത്. പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ള കാരുണ്യ സ്കീംസിൽ 2017 കോടിയുണ്ട്. നിരവധിയായിട്ടുള്ള ബാധ്യതകൾ. ഇപ്പൊ ഇമ്മീഡിയറ്റ് ലയബിലിറ്റീസ് മാത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ടൊരു കഥ ഉണ്ടാക്കുക, എന്നിട്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക. 6,000 കോടി ബാക്കി വെച്ചിട്ട് പോയിരിക്കുക. 16-ാം തീയതി നമ്മൾ അധികാരത്തിലേക്കുമ്പോ 2,000 കോടിയാണ്. ഞാൻ ഇതിനെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽ ഈ വൈറ്റ് പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ട്രഷറി ബാലൻസിനെ കുറിച്ചും ട്രഷറി ബാലൻസിന്റെ സിസ്റ്റത്തെ കുറിച്ചും. അത് ഓരോ സമയത്ത് ചിലപ്പോ പൈസ വരും, ഓരോ സമയത്ത് പൈസ വരും. പക്ഷേ നമ്മുടെ ലയബിലിറ്റീസ് അവിടെ നിൽക്കുകയാണ്. മനസ്സിലായില്ലേ? ലെജിസ്ലേച്ചർ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരൻ 50,000 രൂപ പോക്കറ്റിൽ വെച്ചിട്ട് നമ്മളോട് പറയാണ്, കണ്ട ശമ്പളം കംപ്ലീറ്റ് എന്റെ പോക്കറ്റിലുണ്ടെന്ന്. ഭാര്യയോടെ ഒന്ന് പറയാണ്, ഭാര്യയോട് എന്റെ പോക്കറ്റിലുണ്ട്, ഞാൻ ഒരു പൈസ ചെലവാക്കിയിട്ടില്ല. കൊടുക്കാനുള്ള കടക്കാർ വാഴക്ക് നിൽക്കുകയാണ്. വാഴയിൽ തുറന്ന പത്രക്കാരനും പാലുകാരനും പലചരക്ക് കടക്കാരനും ഇറച്ചി മേടിച്ചവരും മീൻ മേടിച്ച കൊണ്ടുവന്ന പാവപ്പെട്ട സ്ത്രീയൊക്കെ പുറത്തു നിൽക്കുകയാണ്. എന്നിട്ട് വാതിലടച്ചിട്ട് അകത്ത് നിന്ന് ഭാര്യയോട് പറയാം, 50,000 രൂപ ഞാൻ അതുപോലെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാം. ഇതെല്ലാം നടന്ന് ഞാനത് പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാന് എന്നോട് ഒരുപാട് പേര് ചോദിക്കുക, സാറിന് നല്ല സുഖമായല്ലോ. ഞാൻ ചിന്തായി, അല്ല ധനകാര്യ വകുപ്പല്ലേ? അതെ. ആ പഴയ മന്ത്രി 6,000 കോടി ബാക്കി വെച്ചിട്ടല്ലേ പോയേക്കണത്. അടിച്ചു പൊളിക്കാമല്ലോ അത്. അപ്പൊ അവരോടാണ് എന്നോട് ചോദ്യം ചോദിച്ച അവരോടാണ് ഞാൻ ഈ ഒരു ജീവനക്കാരൻ, ശമ്പളം കിട്ടിയ ജീവനക്കാരന്റെ കഥ പറഞ്ഞത്. ഇപ്പൊ മനസ്സിലായല്ലോ, കാര്യം മനസ്സിലായില്ല. ഇതാണ് സാമ്പത്തിക അവസ്ഥ. സാർ, ഇതിന് മാറ്റമുണ്ടാകണം. സമ്പദ് വ്യവസ്ഥ ഞങ്ങൾ കമ്പയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റേറ്റിലെ സമ്പദ് വ്യവസ്ഥയുമായിട്ട് ഓരോ ഇൻഡിക്കേറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്ത് വളരെ മോശമാണ്. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് വളരെ കൂടുതലാണ്. ഒരുപാട് കാര്യം കിഫ്ബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്.